സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞതോടെ നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉടൻ ഹാജരാകും. കൊച്ചിയിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന് സംശയിക്കുന്ന സിദ്ദിഖ് രാത്രിയായിട്ടും 2 വീടുകളിലും എത്തിയിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നതിന് പിന്നാലെ സിദ്ദിഖിന്റെ സുഹൃത്തുക്കളും അയൽവാസികളും ലഡ്ഡു വിതരണം ചെയ്തു. സുപ്രീം കോടതി 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞതോടെ സിദ്ദിഖും ഒപ്പമുള്ളവരും ആത്മവിശ്വാസത്തിലാണ്. ഉടൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. തിരുവനന്തപുരത്തെ SIT സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്നാണ് സൂചന. സിദ്ദിഖ് ഉടൻ ഹാജരാകുമെന്ന് അഭിഭാഷകൻ അറിയിച്ചു. അഭിഭാഷകരുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് സിദ്ദിഖിന്റെ മകൻ ഷഹീൻ സിദ്ദിഖ് പ്രതികരിച്ചു. ഓൺഗോയിങ് കേസല്ലേ, അപ്പോൾ നമുക്ക് അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള എനിക്കൊരു ഫ്രീഡം ഇല്ല. ഞാൻ സംസാരിക്കാൻ പാടില്ല. അത് നമ്മുടെ കേസിന് ചിലപ്പോൾ ബാധിക്കും. വലിയ ആശ്വാസമല്ല. അല്ല, എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കൂടുതൽ അറിയില്ലല്ലോ. അപ്പൊ ഞാൻ എന്റെ ബസ്സിലേക്ക്. എന്നാൽ സുപ്രീം കോടതിയിൽ ഹാജരായ അന്വേഷണ സംഘത്തിലെ മെറിൻ ജോസഫ് IPS കോടതി ഉത്തരവിനെ കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല. No comments to offer. No official comments to offer. It is too early to say anything. No official comments from my side. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ഒളിവിൽ പോയ സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഉണ്ടെന്നാണ് സൂചന. കേസെടുത്ത് 1 മാസത്തോളമായെങ്കിലും ഇതുവരെ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാതിരുന്ന അന്വേഷണ സംഘത്തിനെതിരെയും വിമർശനം ഉയരുന്നുണ്ട്. സിദ്ദിഖിന് അനുകൂല വിധി ഉണ്ടായതിന് പിന്നാലെ കാക്കനാട് പടമുകളിലെ വീടിന് മുന്നിൽ അയൽവാസികൾ ലഡു വിതരണം ചെയ്തു. റിപ്പോർട്ടർ, കൊച്ചി.